ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഒരു ക്ലിപ്പ് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ കട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന മാർഗം ഈ ടൂൾസ് മെനുവിൽ പോയാൽ ബ്ലേഡ് ടൂൾ എന്നും പറഞ്ഞുകൊണ്ടൊരു ടൂളുണ്ട്. ഈ ബ്ലേഡ് ടൂളിൻ്റെ ഷോർട്ട് കട്ടാണ് ബി പ്രസ് ചെയ്താലും ബ്ലേഡ് ടൂൾ കിട്ടും. ഇപ്പോൾ മാനുവലി ഞാൻ ബ്ലേഡ് ടൂൾ എടുത്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, എൻ്റെ കേഴ്സർ ചേഞ്ചായി, ഒരു കത്രികയുടെ ഒരു സിസറിൻ്റെ ഷേപ്പിലോട്ട് മാറി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നമുക്ക് ഈ കട്ട് നടത്തേണ്ടത് ആ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തു, എന്നിട്ട് നേരെ വരിക, മൗസ് കൊണ്ട് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടാവും. കട്ടായിട്ടുണ്ട്. ഇപ്പം ഞാനത് സൂം ഔട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഞാൻ എൻ്റെ ഈ ഐക്കോൺ ഞാൻ തിരിച്ച് സെലക്ഷൻ ടൂളിലേക്ക് എ പ്രസ് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഒരു കട്ട് നടന്നേക്കുന്നത്. അപ്പം നമ്മളുടെ ആ കണ്ടിന്യൂസ് ക്ലിപ്പ് ഇപ്പോൾ 2 ക്ലിപ്പായി സെപ്പറേറ്റായി ഒരു കട്ട് വന്നതുകൊണ്ട്. ഇനി നിങ്ങൾക്ക് കട്ടിങ് ഓൺ ദ ഗോയിൽ, അതായത് നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ നടത്താനും പറ്റും. അതിനുള്ള ഷോർട്ട് കട്ട് കീ ആണ് കമാൻഡ് ബി. അപ്പം നിങ്ങൾ പൊസിഷൻ ചെയ്യുക, നിങ്ങളുടെ കേഴ്സർ എവിടെയാണോ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. നേരെ അവിടെ വന്ന് ആ കേഴ്സർ ഇരിക്കുന്നിടത്ത് കമാൻഡ് ബി അടിച്ചാൽ ഇത് കണ്ടോ, ഇതുപോലെ സ്പ്ലിറ്റായി മാറും. ഇനി നമുക്കൊരു ചോദ്യം വരാവുന്നത്, നമ്മൾ കട്ട് ചെയ്ത ക്ലിപ്പിനെ ഒന്നിപ്പിക്കാൻ പറ്റുമോ? കണ്ടിന്യൂസ് ക്ലിപ്പാണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തതിനെ ഒന്നിപ്പിക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കട്ട് ചെയ്ത എക്സാക്റ്റ് സെൻറ്ററിൽ നിങ്ങളുടെ കേഴ്സർ വെച്ചിട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതി. ഒന്നുകൂടെ കാണിക്കാം. ഇത് ഈ ക്ലിപ്പുകൾ തമ്മിൽ അതിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിൽ വരിക, ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ക്ലിപ്പുകൾ ഒന്നിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതും കട്ട് ചെയ്തതിന് ശേഷം അതിനെ ഒന്നിപ്പിക്കുന്നതും. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രൈമറി ടൈം ലൈനിലെ ഒരു ക്ലിപ്പും അതിനോട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഒരു കണക്റ്റഡ് ക്ലിപ്പും ഒരുമിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രൈമറി നമ്മുടെ സ്റ്റോറി ലൈനിൽ ഒരു ക്ലിപ്പും അതിനോട് അസോസിയേറ്റ് ചെയ്തൊരു കണക്റ്റഡ് ക്ലിപ്പും ഉണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൊസിഷൻ എവിടെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴ്സർ വെച്ച് നമ്മുടെ പ്ലേ ഹെഡ് വെച്ച് തീരുമാനിക്കുന്നു. അതിനുശേഷം നമ്മൾ കീബോർഡിലെ കമാൻഡ് ഷിഫ്റ്റ് ബി നമ്മൾ ഒരുമിച്ച് പ്രസ് ചെയ്യുന്നു. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മളുടെ കണക്റ്റഡ് ക്ലിപ്പും പ്രൈമറി സ്റ്റോറി ലൈനിലുള്ള ക്ലിപ്പും എക്സാക്ട്ലി ഒരുമിച്ച് കട്ടായി. ഇനി അടുത്ത ചോദ്യം, നിങ്ങളുടെ ടൈം ലൈനിൽ ഒത്തിരി ക്ലിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒത്തിരി ട്രാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ട്രാക്കുകളെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതിന് കമാൻഡ് പ്രസ് ചെയ്ത് ഓരോ ട്രാക്കും ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് പോലെ സെലക്ട് ചെയ്യുക. ഇപ്പം നമുക്ക് 3 ട്രാക്കാണുള്ളത് ഇവിടെ. ആ 3 ട്രാക്കും കമാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ മുമ്പേ ചെയ്തതുപോലെ പ്ലേ ഹെഡ് എവിടെയാണോ നമുക്ക് കട്ടിങ് നടത്തേണ്ടത് അത് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ച് നമ്മുടെ പ്ലേ ഹെഡ് ഒരു സ്ഥലത്ത് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കീബോർഡ് ഷോർട്ട് കട്ട് കീയിൽ കമാൻഡ് ബി തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ 3 ക്ലിപ്പുകൾ നിങ്ങൾക്കിപ്പോൾ കാണാം, അതെല്ലാം കട്ടായിട്ടുണ്ട്.